ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിച്ചു കാണുന്ന ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം ഏതാണ്? താരാപൂർ ആണവ നിലയമാണ്. മഹാരാഷ്ട്രയിലെ താരാപൂർ ആണവ നിലയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയം ഏതാണ്? കൂടംകുളം ആണവ നിലയമാണ്. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കൂടംകുളം ആണവ നിലയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയം. കൂടംകുളം ആണവ നിലയം ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? കൂടംകുളം ആണവ നിലയം സ്ഥാപിച്ചത് റഷ്യയുടെ സഹായത്തോടെയാണ്. റഷ്യ. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. കർണാടക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI സ്ഥാപിതമായ വർഷം ഏതാണ്? RBI സ്ഥാപിതമായ വർഷം 1935 ഏപ്രിൽ 1 തീയതിയാണ്. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമമനുസരിച്ചാണ് ഇത് സ്ഥാപിതമായത്. ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1935 ഏപ്രിൽ 1 തീയതിയാണ്. സ്ഥാപിതമായത് 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം അനുസരിച്ചാണ്. RBIയുടെ ആസ്ഥാനം എവിടെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. മുംബൈയാണ് RBIയുടെ ആസ്ഥാനം. RBIയുടെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? സർ ഓസ്ബോൺ എ സ്മിത്ത് ആണ്. സർ ഓസ്ബോൺ എ സ്മിത്ത് ആയിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ. ഇനി RBIയുടെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ആരാണ് എന്ന് ചോദിച്ചാലോ? RBIയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ആരാണ് എന്ന് ചോദിച്ചാൽ CD ദേശ്മുഖ് ആണ്. CD ദേശ്മുഖ്. അപ്പൊ RBIയുടെ ആദ്യത്തെ ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ സർ ഓസ്ബോൺ എ സ്മിത്തും, ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ CD ദേശ്മുഖുമാണ്. അപ്പൊ നിലവിലെ RBI ഗവർണർ ആരാണ്? നിലവിലെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര. അടുത്ത ചോദ്യം, RBIയുടെ ചിഹ്നത്തിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ ആൻഡ് സസ്യങ്ങൾ ഏതാണ്? RBIയുടെ ചിഹ്നത്തിൽ കാണപ്പെടുന്ന മൃഗം അതുപോലെ സസ്യം ഇവ ഏതാണ് എന്നതാണ് ചോദ്യം. കടുവയും എണ്ണപ്പനയുമാണ് RBIയുടെ ചിഹ്നത്തിൽ കാണുന്ന മൃഗവും സസ്യവും. കടുവയും എണ്ണപ്പനയുമാണ്. കടുവ, എണ്ണപ്പന. ബാങ്കുകളുടെ ബാങ്ക് അല്ലെങ്കിൽ സർക്കാരിന്റെ ബാങ്ക് എന്നീ നിലകളിൽ അറിയപ്പെടുന്നത് ഏതാണ്? ബാങ്കുകളുടെ ബാങ്ക്, ബാങ്കേഴ്സ് ബാങ്ക് അല്ലെങ്കിൽ സർക്കാരിന്റെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ നോട്ടുകൾ അച്ചടിക്കുന്നതിന്റെ പൂർണ്ണ അധികാരം ആർക്കാണ്? ഇന്ത്യയിൽ നോട്ടുകൾ അച്ചടിക്കുന്നതിന്റെ പൂർണ്ണ അധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. 1 രൂപ നോട്ടും നാണയങ്ങളും പുറത്തിറക്കുന്നതോ? 1 രൂപ നോട്ടും നാണയങ്ങളും പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. നോട്ടുകൾ അച്ചടിക്കുന്നതിന്റെ പൂർണ്ണാധികാരം ആർക്കാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 1 രൂപ നോട്ടും നാണയങ്ങളും പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണോ എന്ന് ചോദിച്ചാലോ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണോ? ആണോ? അല്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നതൊരു നിയമപരമായ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു നിയമപരമായ സ്ഥാപനമാണ്. ഇത് ഒരു ഭരണഘടനാ സ്ഥാപനം അല്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്?
ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സണെയും അതുപോലെ അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതി. ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും പുതിയ കാലാവധി എത്രയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും പുതിയ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതാണ് കാലാവധി. അപ്പൊ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും പുതിയ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതിൽ ഏതാണോ ആദ്യം അത്. NHRCയുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ്. അപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരെയെന്ന് കമന്റ് ചെയ്യുക. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, യുനെസ്കോ സ്ഥാപിതമായ വർഷം. യുനെസ്കോ സ്ഥാപിതമായ വർഷം 1945 നവംബർ 16 1945 നവംബർ മാസം 16 തീയതിയാണ് യുനെസ്കോ സ്ഥാപിതമായത്. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? യുനെസ്കോയുടെ ആസ്ഥാനം പാരീസിലാണ്. ഫ്രാൻസിൽ പാരീസ് ആണ് യുനെസ്കോയുടെ ആസ്ഥാനം. ഇന്ത്യ യുനെസ്കോയിൽ അംഗമായ വർഷം ഏതാണ്? ഇന്ത്യ യുനെസ്കോയിൽ അംഗമായത് 1946 അപ്പം നമ്മൾ പഠിച്ചു യുനെസ്കോ സ്ഥാപിതമായ വർഷം ഏത് എന്ന് ചോദിച്ചാൽ അത് 1945 യുനെസ്കോയിൽ ഇന്ത്യ അംഗമായ വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1946 യുനെസ്കോയുടെ ആസ്ഥാനം ഫ്രാൻസിൽ പാരീസ് ആണ്. യുനെസ്കോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭമായ ലോക പൈതൃക കൺവെൻഷനിൽ നിലവിൽ വന്ന വർഷം. ലോക പൈതൃക കൺവെൻഷൻ നിലവിൽ വന്നത് 1972 ലോക പൈതൃക കൺവെൻഷൻ നിലവിൽ വന്ന വർഷം 1972. യുനെസ്കോയുടെ സാഹിത്യ നഗരം സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം കോഴിക്കോടാണ്. 2023 ഈ പദവി ലഭിച്ചത്. യുനെസ്കോയുടെ സാഹിത്യ നഗരം അഥവാ സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട്. ഏത് വർഷമാണ്? 2023. യുനെസ്കോയുടെ സംഗീത നഗരം എന്ന പദവി ലഭിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? സംഗീത നഗരം ഗ്വാളിയോറാണ്. മധ്യപ്രദേശിലെ ഗ്വാളിയോറാണ് യുനെസ്കോയുടെ സംഗീത നഗരം എന്ന പദവി ലഭിച്ച ഇന്ത്യൻ നഗരം. കോഴിക്കോടിന് ഏത് പദവിയാണ് ലഭിച്ചത്? സാഹിത്യ നഗരമാണ്. ഗ്വാളിയോർ സംഗീത നഗരമാണ്. ഏത് വർഷമാണ്? 2023. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917 എവിടെയാണ്? ബീഹാറിൽ. 1917 ബീഹാറിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം ഏത് എന്നാണ്? നിരാഹാര സമരം. ചമ്പാരൻ സത്യാഗ്രഹം എന്നതിന് സത്യാഗ്രഹമാണ്. നിരാഹാര സമരം ഏത് എന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരമാണ്. അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം നടന്നത് 1918. 1918 അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി ഏതാണ്? സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്.
ഖേലോ ഇന്ത്യ വനിതാ ലീഗിൻ്റെ പേര് എന്തായിട്ടാണ് മാറ്റിയത്? ഖേലോ ഇന്ത്യ വനിതാ ലീഗിൻ്റെ പേര് ഇപ്പോൾ അസ്മിത വനിതാ ലീഗ് എന്നാണ്. അസ്മിത വനിതാ ലീഗ് എന്നാണ് ഖേലോ ഇന്ത്യ വനിതാ ലീഗിൻ്റെ പേര്. അസ്മിത വനിതാ ലീഗ്. കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി. കുറവുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ശ്രുതി തരംഗം. പദ്ധതിയുടെ പേര് ശ്രുതി തരംഗം. ആറ്റം എന്ന അടിസ്ഥാന കണത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം, നെഗറ്റീവ് ചാർജുള്ളത് ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തു ഏതാണ്? ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തു സിലിക്കയാണ്. സിലിക്ക. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22 ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചതെന്നാണ്? ദേശീയ ഗാനം 1950 ജനുവരി 24. അപ്പോൾ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത് ഒരേ ദിവസം തന്നെയാണ്. അതേതാണ്? 1950 ജനുവരി 24. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചതെന്നാണ്? ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26. 1950 ജനുവരി 26. 22 കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റി ഏതായിരുന്നു? 22 കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയതാരാണ്? കയ്യെഴുത്തു പ്രതി പ്രേം ബിഹാരി നരേൻ റായ്സാദാണ്. ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി 1949 നവംബർ 26. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി. ഇന്ത്യൻ ഭരണഘടനയിലെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2. അന്താരാഷ്ട്ര പ്രകാശ വർഷമായിട്ട് ആചരിച്ച വർഷം? അന്താരാഷ്ട്ര പ്രകാശ വർഷം 2015. അന്താരാഷ്ട്ര പ്രകാശ വർഷമായിട്ട് ആചരിച്ചത് ഏത് വർഷമാണ്? 2015. ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കാൻ കാരണം എന്താണ്? ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നു. കാരണം ശൂന്യതയിലെ ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ കഴിയില്ല. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ മാധ്യമം ആവശ്യമാണ്. ശൂന്യതയിലെ ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ കഴിയില്ല. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നതിന് കാരണം? കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം അല്ലെങ്കിൽ ചൂട് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? വികിരണം മൂലമാണ്. ഏത് പ്രതിഭാസമാണ്? വികിരണം. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിനു പിന്നിലെ അടിസ്ഥാന നിയമം? സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിനു പിന്നിലെ അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് ഹൂക്സ് നിയമമാണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗ് ആണ്. ഗാർഹിക സർക്യൂട്ടിലെ എർത്ത് വയറിന്റെ നിറം പച്ചയാണ്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? സ്ഥിതികോർജം എത്രയായിരിക്കും? 0 ആയിരിക്കും. 0. ഇന്ത്യ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇന്ത്യ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്.
യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള ഏതാണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള പരുത്തിയാണ്, പരുത്തി. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മേഘങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്, ട്രോപ്പോസ്ഫിയർ. കേരളത്തിലെ മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത്, കേരളത്തിലെ മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്, ചിന്നാർ. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്, തെയ്യങ്ങളുടെ നാട് കണ്ണൂറാണ്, കണ്ണൂർ. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട സമരം, ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട സമരം മുത്തങ്ങ സമരമാണ്, മുത്തങ്ങ സമരം. പ്രാചീന കാലത്ത് മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത വലിയ മൺഭരണികൾ അറിയപ്പെട്ടിരുന്നത്, പ്രാചീന കാലത്ത് മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്ന വലിയ മൺഭരണികളാണ് നന്നങ്ങാടികൾ, നന്നങ്ങാടികൾ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്, ആന. ആദ്യമായിട്ട് ഓസ്കർ ലഭിച്ച മലയാളി ആരാണ്? ആദ്യമായിട്ട് ഓസ്കർ ലഭിച്ച മലയാളിയാണ് റസൂൽ പൂക്കുട്ടി, റസൂൽ പൂക്കുട്ടി. കാരംസ് ബോർഡുകളിൽ പോളിഷായി ഉപയോഗിക്കുന്ന വെളുത്ത പൊടി എന്താണ്? കാരംസ് ബോർഡുകളിൽ പോളിഷായിട്ട് ഉപയോഗിക്കുന്ന വെളുത്ത പൊടി ബോറിക് ആസിഡ് ആണ്, ബോറിക് ആസിഡ്. വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം, വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തമാണ് സിൽവർ നൈട്രേറ്റ് ലൈനി, സിൽവർ നൈട്രേറ്റ് ലൈനിയാണ് വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം. കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം ഏതാണ്? കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? അൾട്രാവയലറ്റ് ആണ്, അൾട്രാവയലറ്റ്. കേരളത്തിൽ ചുണ്ണാമ്പുകല്ല് കാണപ്പെടുന്ന സ്ഥലം, കേരളത്തിൽ ചുണ്ണാമ്പുകല്ല് കാണപ്പെടുന്നത് വാളയാറാണ്, വാളയാർ. കത്തീഡ്രൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്, കത്തീഡ്രൽ സിറ്റി ഓഫ് ഇന്ത്യ ഭുവനേശ്വറാണ്, ഭുവനേശ്വർ. ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥിയാണ്, പീനിയൽ ഗ്രന്ഥി. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം, അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ ആണ്, വാഷിംഗ്ടൺ. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ. മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം, മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 110 ആണ്, അനുച്ഛേദം 110 ആണ് മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, ആർട്ടിക്കിൾ 110. കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയുടെ വകഭേദം ഏതാണ്? കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയുടെ വകഭേദം ഏതാണ്? ആന്ത്രസൈറ്റ് ആണ്, ആന്ത്രസൈറ്റ്. ഇനി കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ ക്രിസ്റ്റൽ രൂപം ഏതാണ്? കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ ക്രിസ്റ്റൽ രൂപം വജ്രമാണ്, വജ്രം. വൈദ്യുതിയുടെ മികച്ച ചാലകമായ കാർബണിന്റെ അലോട്രോപ്പ് ഏത്? വൈദ്യുതിയുടെ മികച്ച ചാലകമായ കാർബണിന്റെ അലോട്രോപ്പ് ഏത്? ഗ്രാഫൈറ്റ് ആണ്, ഗ്രാഫൈറ്റ്. ബക്കി ബോൾസ് എന്ന് വിളിപ്പേരുള്ള കാർബണിന്റെ 60 ആറ്റങ്ങൾ അടങ്ങിയ അലോട്രോപ്പ് ഏത്? ബക്കി ബോൾസ് എന്ന് വിളിപ്പേരുള്ള കാർബണിന്റെ 60 ആറ്റങ്ങൾ അടങ്ങിയ അലോട്രോപ്പ് ഏതാണ്? ഫുള്ളറിനാണ്, ഫുള്ളറിൻ. ഒരു വസ്തുവിനെ കത്തുമ്പോൾ കറുത്ത അവശിഷ്ടം അവശേഷിപ്പിക്കുന്നുവെങ്കിൽ അത് എന്തിൻ്റെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്? കാർബണിന്റെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്. ഒരു വസ്തു കത്തുമ്പോൾ അത് കറുത്ത അവശിഷ്ടം അവശേഷിപ്പിക്കുന്നുവെങ്കിൽ അത് എന്തിൻ്റെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്? കാർബണിന്റെ സാന്നിധ്യമാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? ജനകീയ പദ്ധതി, ജനകീയ പദ്ധതി. 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന് അറിയപ്പെട്ടത്, 9ാം പഞ്ചവത്സര പദ്ധതി. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്ലിം ഡിസീസ്, സ്ലിം ഡിസീസ് ഏതാണ്? എയ്ഡ്സ് ആണ് സ്ലിം ഡിസീസ് എന്നും അറിയപ്പെടുന്നത്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. വാണ്ടല്ലൂർ സുവോളജിക്കൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? വാണ്ടല്ലൂർ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്ടിലാണ്, തമിഴ്നാട്. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം,
ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം വൻകുടലാണ്. വൻകുടൽ. ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും ഡാഷ് ആക്കുന്നു. എന്ത് പദാർത്ഥങ്ങളാണ്? ക്ഷാരപദാർത്ഥങ്ങൾ. ക്ഷാരപദാർത്ഥങ്ങൾ ചുവപ്പിൽ നിന്നും എന്താക്കുന്നു? നീല നിറമാക്കുന്നു. നീല നിറം. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് ബിന്ദേശ്വരി പ്രസാദ് മണ്ഡലാണ്. ബിന്ദേശ്വരി പ്രസാദ് മണ്ഡലാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം. അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജെനിക്സ് എന്നത്. ക്രയോജെനിക്സ് ഏറ്റവും താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജെനിക്സ്. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായിട്ട് കേരള ഗവൺമെന്റ് രൂപം നൽകിയ പദ്ധതി. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായിട്ട് കേരള ഗവൺമെന്റ് രൂപം നൽകിയ പദ്ധതി ഓപ്പറേഷൻ വാത്സല്യ. പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ വാത്സല്യ. ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ദേവഭൂമി ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ്. വാക്വം ട്യൂബിന്റെ ചെറിയ രൂപം. വാക്വം ട്യൂബിന്റെ ചെറിയ രൂപം ഡയോഡാണ്. റാവു സാഹിബ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. റാവു സാഹിബ് അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലനാണ് റാവു സാഹിബ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. തിരുവിതാംകൂറിൽ ദേശസേവിക സംഘം എന്ന വനിതാ സന്നദ്ധ സേന രൂപീകരിച്ചത്. തിരുവിതാംകൂറില് ദേശസേവിക സംഘം എന്ന വനിതാ സന്നദ്ധ സേന രൂപീകരിച്ചത് അക്കാമ ചെറിയാനാണ്. സംഘത്തിന്റെ പേര് ദേശസേവിക സംഘം. യവനപ്രിയ എന്നറിയപ്പെട്ടിരുന്നത്. യവനപ്രിയ കുരുമുളകാണ്. കുരുമുളക്. ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ആമാശയത്തിൽ കാണപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ്. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. ആസാമിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമായി അറിയപ്പെടുന്ന കലാരൂപം. ആസാമിന്റെ ക്ലാസിക്കൽ നൃത്തരൂപം സാത്രിയ. സാത്രിയ ഏത് സംസ്ഥാനത്തിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ്? ആസാമിൻ്റെതാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് 2020 ജൂലൈ 20-നാണ്. 2020 ജൂലൈ 20. ഏത് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധ സമരമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത് റൗലറ്റ് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധമാണ്. റൗലറ്റ് നിയമം. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം 1891 1891. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി. സുഗതകുമാരി. നിസ്സഹരണ സമരം പൂർണ്ണമായിട്ട് നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചത് ഏത് സംഭവത്തെ തുടർന്നാണ്? നിസ്സഹരണ സമരം പൂർണ്ണമായിട്ട് നിർത്തിവെക്കുവാൻ ഗാന്ധിജി തീരുമാനിച്ചത് ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ്. ചൗരി ചൗര സംഭവം. 1919 ഏത് ദിവസമാണ് ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചത്? ഖിലാഫത്ത് ദിനം ഒക്ടോബർ 17. 1919 ഏത് ദിവസമാണ് ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചത്? ഒക്ടോബർ 17. വർഷം 1919. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കളായിരുന്ന ആരെല്ലാമാണ് അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടത്? അലി സഹോദരന്മാർ മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമാണ് അലി സഹോദരന്മാർ എന്ന് അറിയപ്പെട്ടത്. കേരളം ഭരിച്ചിരുന്ന 10 ചേര രാജാക്കന്മാരെ പ്രകീർത്തിച്ച് രചിച്ച സംഘകാല കൃതി ഏതാണ്? കേരളം ഭരിച്ചിരുന്ന 10 ചേര രാജാക്കന്മാരെ പ്രകീർത്തിച്ച് രചിച്ച സംഘകാല കൃതി പതിറ്റുപത്ത്. പതിറ്റുപത്ത്. കോക്ക് ബാരക് ഭാഷ പ്രചാരത്തിലുള്ള സംസ്ഥാനം. കോക്ക് ബാരക് ഭാഷ പ്രചാരത്തിലുള്ള സംസ്ഥാനം ത്രിപുരയാണ്. ത്രിപുര. അഭിനവ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്? അഭിനവ കേരളം വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്നത്? അസാധാരണ സംയുക്തം ജലമാണ്. ജലം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരമാണ് കോട്ടയം. അവസാനത്തെ ചോദ്യം, ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ആരുടെ കൃതിയാണ്?
ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നത് സർ ഐസക് ന്യൂട്ടന്റെ കൃതിയാണ്. സർ ഐസക് ന്യൂട്ടൻ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.